5 into 17 power 7.3 divided by 17 power 4.2. So, 17 power 7.3 divided by 17 power 4.2 എന്നുള്ളത് p power m by p power n എന്നുള്ളൊരു റൂൾ വെച്ചിട്ടാണ്, റൂൾ ഓഫ് തേർഡ് യൂസ് ചെയ്തിട്ടാണ്. സോ p power m by p power n എന്നുള്ളത് എന്തായിരിക്കും? p power m minus n. ആ ഫോർമുല ഇതിൽ അപ്ലൈ ചെയ്യുക. സോ ഇത് രണ്ടും മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 17 പവർ 3.5 ഈ മൈനസ് ചെയ്തതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. 17 പവർ 7.3 മൈനസ് 4.2. സോ 7.3 മൈനസ് 4.2 എന്താണ്? 3 പവർ 1. 17 പവർ 3.1. സോ ഈ 17 പവർ 3.5 ഇതങ്ങനെ എഴുതുക. എന്നിട്ട് ഇതിന്റെ ആൻസർ ഇവിടെ എഴുതുക. സോ ഇതെന്തായിരിക്കും? ഇത് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇപ്പോൾ വരുന്നത്. സോ ഇത് ഏത് ഫോർമുലയുടെ ഇക്വേഷൻ ആണ്? പി പവർ എം ഇൻറ്റു പി പവർ എൻ. ഈ ഇക്വേഷനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ പി പവർ എം ഇൻറ്റു പി പവർ എൻ എന്നുള്ളത് പി പവർ എം പ്ലസ് എൻ എന്നുള്ളതാണ്. സോ ഈ രണ്ടും, ഇത് എം ആയി കൺസിഡർ ചെയ്യുക, ഇത് എൻ ആയി കൺസിഡർ ചെയ്യുക, അത് രണ്ടും കൂടെ പ്ലസ് ചെയ്യുക. സോ 17 പവർ 3.5 പ്ലസ് 3.1 ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്യുമ്പോൾ എന്താണ് ആൻസർ കിട്ടുക? 6.6. സോ ദ ഫൈനൽ ആൻസർ എന്തായിരിക്കും? 17 പവർ 6.6. ഇതാണ് ഫൈനൽ ആൻസർ. സോ റൂൾ ഓഫ് തേർഡ്സ് ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്. റൂൾ ഓഫ് തേർഡ്സ് ഇവിടെ ഫിനിഷ് ചെയ്യണം. ഇനി ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കൂ, ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കൂ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് റൂട്ട് ഓഫ് 6 പ്ലസ് റൂട്ട് ഓഫ് 6 പ്ലസ് റൂട്ട് ഓഫ് 6 സോ ഓൺ. ഇങ്ങനെ ഡോട്ട് ഇട്ടിട്ട് ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻസ് SSCയിലൊക്കെ ചോദിക്കാറുണ്ട്. റയറായിട്ടായിരിക്കും PSCയിൽ ചോദിക്കുക, കാരണം ഇത് കുറച്ച് SSC ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ നമ്മൾ ഈ S ഇസ് ഈക്വൽ ടു ഇതങ്ങനെ എഴുതുക, റൂട്ട് ഓഫ് 6 പ്ലസ് റൂട്ട് ഓഫ് 6 പ്ലസ് റൂട്ട് ഓഫ് 6. ഇപ്പം ഈ റൂട്ട് ഓഫ് 6 പ്ലസ് കഴിഞ്ഞിട്ട് അതേ സെയിം തന്നെ റിപ്പീറ്റ് ചെയ്യണം അല്ലേ? അപ്പം നമ്മൾ സെയിം തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന കാര്യം കൊണ്ട് നമ്മളത് എക്സ് ആക്കി നമുക്ക് എടുക്കാം. സോ എക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 6 പ്ലസ് എക്സ് എന്നെടുക്കുക. കാരണം സെയിം റിപ്പീറ്റ് ചെയ്ത് കാരണം രണ്ട് ഈക്വൽ ആണ്, അത് കാരണമാണ് നമ്മൾ എക്സ് ആക്കി എടുക്കുന്നത്. ഇനി എക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 6 പ്ലസ് എക്സ് എന്നുള്ളത് രണ്ട് സൈഡും കൂടെ സ്ക്വയർ ചെയ്യുക. സ്ക്വയർ ചെയ്യുമ്പോൾ നമ്മൾ എന്തിനാണ് സ്ക്വയർ ചെയ്യുന്നത് വെച്ചാൽ ഈ റൂട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ക്വയറിങ് ചെയ്യുന്നത്. സോ സ്ക്വയറിങ് ചെയ്യുന്ന സമയത്ത് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 6 പ്ലസ് എക്സ് എന്ന് കിട്ടും. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒരു സൈഡിലോട്ട് കൊണ്ടുവരാമല്ലോ. റൈറ്റ് സൈഡ് RHS 0 ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് ഇക്വേഷൻസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. സോ ഇതിനെ LHSൽ കൊണ്ടുവന്നിട്ട് RHS എന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാൻഡ് സൈഡും LHS എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഇത് കൊണ്ടുവന്നിട്ട് 0 ആക്കി RHS 0 ആക്കി വെക്കുക. സോ ഈ രണ്ട് RHSലുള്ളത് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 6 ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. സോ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മൈനസ് ബി, എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4AC ബൈ 2A. അതായത് ഇത് എ വാല്യൂ, ഇത് എ, ഇവിടുത്തെ വാല്യൂ ബി, ഇവിടുത്തെ വാല്യൂ സി. ഇവിടെ എ വാല്യൂ എന്താണ്? 1. ഇവിടെ ബി വാല്യൂ എന്താണ്? -1. സി വാല്യൂ -6. അത് ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സ് ഈസ് ഈക്വൽ ടു -2 3 എന്ന് കിട്ടും. സോ എക്സിന്റെ വാല്യൂ ഒന്നില്ലെങ്കിൽ -2 ആയിരിക്കും, എക്സിന്റെ വാല്യൂ അല്ലെങ്കിൽ 3 ആയിരിക്കും. ഇവിടെ നമുക്ക് എക്സിന്റെ വാല്യൂ രണ്ടെണ്ണമായിട്ട് കിട്ടുന്നത് അങ്ങനത്തെ കണ്ടീഷനിൽ എക്സിന്റെ നെഗറ്റീവ് വാല്യൂ ഉണ്ട്, പോസിറ്റീവ് വാല്യൂ ഉണ്ട്. ഇപ്പൊ സ്ക്വയർ റൂട്ടാണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ നെഗറ്റീവ് സൈന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല. സോ നമ്മൾ പോസിറ്റീവ് ആൻസർ ആയിരിക്കും നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഒരിക്കൽ കൂടെ പറയാം, സ്ക്വയർ റൂട്ട് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ നെഗറ്റീവ് സൈനുള്ള ആൻസർ നമ്മൾ കൺസിഡർ ചെയ്യില്ല. പോസിറ്റീവ് ആൻസർ ആയിരിക്കും, നമ്പർ ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും? 3 ആയിരിക്കും. ഇപ്പൊ ഞാനൊരു ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. ഇപ്പൊ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് 6 ആണ് നമ്പർ ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ ഈ 6 എന്ന് പറയുന്നത് എന്താണ്? എന്തിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്? 2 into 3 ആണ്. ഈ കേസസ് ഞാനിപ്പോൾ പറയുന്നത് ഇൻഫിനിറ്റി കേസസിൽ വരുമ്പോഴാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. കാരണം നമുക്ക് ഇപ്പോൾ SSC പോലുള്ള എക്സാമിന്, ഓൺലൈൻ എക്സാമിന് ഒരു ക്വസ്റ്റ്യനൊക്കെ നമുക്ക് 30 seconds എടുക്കാൻ പറ്റുള്ളൂ, കാരണം ടൈം ഇങ്ങനെ റൺ ആയിക്കൊണ്ടിരിക്കും. സോ നമ്മൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള നമ്പർ 6
എന്നുള്ളതാണ്. അപ്പോൾ 6ന്റെ എന്തിൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ്? 2 into 3. അപ്പോൾ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എക്സിൻ്റെ വാല്യൂ 2 into 3 എന്ന് തന്നെ കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്തു. അതായത് ഒരു നമ്പർ എം എന്നും വേറൊരു നമ്പർ m+1 എന്നുമാണ് ഇവിടെ അപ്ലൈ ചെയ്യാൻ. ഇപ്പോൾ എക്സാമ്പിൾ എം എന്നുള്ളത് 2ഉം m+1 എന്നുള്ളത് 3ഉം. അപ്പോൾ 6ന്റെ വാല്യൂ 2 into 3 എന്ന് വരുന്നത് ഇങ്ങനെ m and m+1 എന്ന ആൻസർ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ യൂസ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ ക്വസ്റ്റ്യനിൽ പോസിറ്റീവ് സൈൻ ആണ്. ഇപ്പോൾ √6 + √6 ആൻഡ് ഇൻഫിനിറ്റി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പോസിറ്റീവ് ആണ് ചോദിച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ m+1 വാല്യൂ ഉള്ള ആൻസർ ആയിരിക്കും കൺസിഡർ ചെയ്യേണ്ടത്. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ നെഗറ്റീവ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ √6 - √6 എന്നിങ്ങനെ നെഗറ്റീവ് ആണ് മൈനസ് ആണ് ചോദിച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ 2 ആയിരിക്കും കാരണം അതായത് m ആയിരിക്കും നമ്മൾ ആൻസറായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. സോ ഇതാണ് ഷോർട്ട് കട്ട് ഫോർമാറ്റ് നമ്മൾ ആലോചിച്ച് വയ്ക്കുക. അപ്പോൾ ക്വസ്റ്റ്യനിൽ 6 ആണെന്ന് ചോദിച്ചിരിക്കുന്നത്, 2 into 3 ആണ് 6, ഒരു നമ്പർ എമ്മും വേറൊരു നമ്പർ m+1ഉം. സോ പോസിറ്റീവ് ആണ് ചോദിച്ചിരിക്കുന്നുണ്ടെങ്കിൽ m+1 അതായത് പ്ലസ്, ഇവിടെ പ്ലസ് ഇവിടെയും പ്ലസ്, അത് ഓർത്ത് വയ്ക്കുക. m+1 ഇവിടെ പ്ലസ്. നെഗറ്റീവ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സൈൻലെസ് ആയിട്ടുള്ളത് m എന്നുള്ളത് കൺസിഡർ ചെയ്യുക. സോ ഇതാണ് ഇന്നത്തെ ക്ലാസ്. സിംപ്ലിഫിക്കേഷൻ ഇതോടെ തീരുകയാണ്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ വേറൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു. ഗുഡ് ഡേ.